ഏയ് പതുക്കെ പതുക്കെ. വെള്ളം വേണോ? ഓക്കെ ആയോ? ഒരെണ്ണം കൂടി വാങ്ങിച്ചാലോ? അത് വേണ്ട, നമുക്കേ സ്വാമീസ് ഹോട്ടലിൽ പോയിട്ട് ഇരുന്ന് കഴിക്കാം. ഓക്കെ. നന്ദ, ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കാനാണെങ്കിൽ ഞാൻ വരുന്നില്ല. എന്നെ ഇവിടെ എവിടെയെങ്കിലും ഇറക്കി വിട്ടേക്ക്. നന്ദൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാവാനാ? ഇനിയെങ്കിലും ഒരു ഉറച്ച തീരുമാനം എടുത്തില്ലെങ്കിൽ ഒന്നും ശരിയാവത്തില്ല. എത്ര കാലമായി താനിങ്ങനെ ഒറ്റയ്ക്ക് എനിക്ക് വേണ്ടി? ഒറ്റയ്ക്കാണെന്ന് ആരാ പറഞ്ഞത്? നന്ദ കൂടെ ഉണ്ടല്ലോ. ദേ, ഇപ്പൊ നമ്മൾ ഒരുമിച്ച് അമ്പലത്തിൽ പോകുന്നു. ഇതുപോലെ ഓരോ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഞാനിങ്ങനെ ഒറ്റയ്ക്കാവുന്ന? സന്ധിക്കെല്ലാം തമാശ. ഇതൊക്കെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് എന്താ കാര്യം? എനിക്കങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കാനൊന്നും പറ്റില്ല. ചിരിച്ചാലും കരഞ്ഞാലും ഒരു ദിവസത്തിന് 24 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ചിരിച്ച് സന്തോഷമായിട്ട് എല്ലാത്തിനെയും ഫേസ് ചെയ്താൽ മതി. എന്നെ കൊണ്ടത് പറ്റത്തില്ല. മനസ്സിലുള്ളത് മുഖത്ത് വരും. താൻ സമ്മതിച്ചാലില്ലെങ്കിലും താമസിയാതെ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും. എന്താ എന്തുപറ്റി? എന്താ പറ്റിയേ? രാവിലെ കഴിച്ചെന്തെങ്കിലും കുഴപ്പമായോ? ആണെന്ന് തോന്നുന്നു. നന്ദൻ സാറും ഡോക്ടർ സന്ധ്യയല്ലേ അത്? ഡോക്ടർ സന്ധ്യ ഛർദിക്കുവാണല്ലോ. ഓ, അത് ശരി. അപ്പൊ ഇത് അത് തന്നെയാ കാര്യം. കുറച്ചു നാളായിട്ട് ഇവർ ഒരുമിച്ചാണെന്ന് കേട്ടത് വെറുതെ അല്ല. സച്ചേട്ടാ, വണ്ടി നിർത്തി. ദേ നന്ദേണ്ണും സന്ധ്യ ഡോക്ടറും അവിടെ അവിടെ നിൽക്കുന്നു. എന്തോ കുഴപ്പമുണ്ട്. സച്ചി സാറും അർച്ചന മാഡവും വന്നു.
അപ്പൊ അവരും കൂടെ അറിഞ്ഞിട്ടുള്ള പരിപാടിയാണോ ഇത്? പാവം അവന്തിക മാഡം. എന്താ ഏട്ടാ എന്താ നന്ദേട്ടാ, എന്താ പറ്റിയേ? ഞങ്ങളെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അതിനിടയ്ക്ക് പെട്ടെന്നെന്തോ അല്ല, നിങ്ങളെങ്ങോട്ടാ? ഞങ്ങള് വൃന്ദാവനം വീട് വരെ ഒന്ന് പോവുക. ആ, അപ്പൊ മോളോ? ആ, ഉറങ്ങ. അവള് വണ്ടിയിലുണ്ട്. ആ, നന്ദ, കുറച്ച് വെള്ളം. വാ. ദാ. പെട്ടെന്ന് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ എന്താ പറ്റിയേ? അറിയില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കുഴപ്പമായെന്നാ തോന്നുന്നത്. വയറ്റിന് പിടിച്ചു കാണില്ല. ടാബ്ലറ്റ് എന്തെങ്കിലും കയ്യിലുണ്ടോ? ഉണ്ട്. മരുന്നും കഴിച്ചു. അപ്പൊ ഇത് അത് തന്നെ. ഇപ്പൊ തന്നെ ഇത് അവന്തിക മാഡത്തിനെ വിളിച്ചറിയിക്കണം. നന്ദൻ സാറ് ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഭാര്യ ഉള്ളപ്പോ വേറൊരു പെണ്ണിന്റെ കൂടെ. ഛേ, എന്നാ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ. നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ തിരിച്ചു പോവാ. ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നില്ല. ഞാനത് ഛർദ്ദിച്ച നാശമായി. ഇനി ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകാൻ വയ്യ. നന്ദ, എന്നെ തിരിച്ചു കൊണ്ടേ വിട്ടേക്ക്. നിങ്ങൾ പോട്ടെ. ഡോക്ടറെ അങ്ങോട്ടാക്കിയിട്ട് നന്ദിട്ട് ഓഫീസിലേക്ക് പോവല്ലേ? പോവും. നിങ്ങളെന്നാ തിരിച്ചു വരിക? 2 ദിവസം അവിടെ നിൽക്കണം തീരുമാനിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. പാർച്ചന, ആ വെള്ളം ഏതാ? കേറിക്കോ. അർച്ചനയും സച്ചിൻ എന്തെങ്കിലും വിചാരിച്ചു കാണുമോ? എന്ത് വിചാരിക്കാൻ? ഒന്നും വിചാരിക്കില്ല. താൻ ധൈര്യമായിട്ടിരിക്കേ. അല്ല, ഞാൻ ഛർദ്ദിച്ചത് കണ്ട് അവരെന്തെങ്കിലും തെറ്റിദ്ധരിച്ച് കാണുമെന്ന് എൻ്റെ സംശയം. സച്ചേട്ടാ, എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ. എന്ത് കൺഫ്യൂഷൻ? നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് കൂട്ടല്ലേ. എനിക്ക് മനസ്സിലായി നിന്റെ സംശയം എന്താണെന്ന്. കാര്യമൊക്കെ ശരിയാ, അവരത്ര ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും അല്ല. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും ചമ്മലും രീതികളൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ ഒരു സംശയം. താൻ ആവശ്യമില്ലാത്തൊന്നും സംശയിച്ച് കൂട്ടണ്ട. ഏതെങ്കിലും ഒരു പെണ്ണ് വൊമിറ്റ് ചെയ്ത് പോയാൽ അപ്പം തുടങ്ങും മറ്റു പെണ്ണുങ്ങൾക്ക് സംശയം. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അവരുടെ അടുപ്പം, അതറിയാലോ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അക്കാര്യത്തിൽ നന്ദേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല. അവന്തികടത്തിയുടെ സ്വഭാവം തന്നെയാണ് എല്ലാത്തിനും കാരണം. ഇതെങ്ങാനും അവന്തികടത്തിയുടെ ചെവിയിലെത്തിയ പിന്നെ അത് മതി നെല്ലിശ്ശേരിയിൽ പൂരം തുടങ്ങാൻ.
ആരാ മോളെ അത്? ഞാൻ ഓൺലൈനിൽ ഒരു സാധനം ബുക്ക് ചെയ്തിരുന്നു. അത് കൊണ്ടുവന്ന ആളാ. ആ ആനെന്താ എത്ര ലേറ്റ് ആയത്? ഞാൻ ഇത്ര നേരമായിട്ട് കാത്തു നിൽക്കുന്നു. സാധനം കിട്ടാൻ കുറച്ച് ലേറ്റായി. താൻ പറഞ്ഞതുപോലെ ഇത് വർക്കൗട്ട് ആവുമല്ലോ അല്ലേ? ഒരു സംശയവും വേണ്ട. ആ സിദ്ധൻ അപൂർവമായ കൂട്ടുകൾ ചേർത്തുണ്ടാക്കുന്ന മരുന്നാ. ഇതൊരു 10 ml ഉള്ളിൽ ചെന്നാൽ മതി. ഏത് പ്രഗ്നൻസിയും അബോട്ടായി പോകും. ദേ, സേതുമാധവ് സാർ വരുന്നു. ഈ കടലാസിലൊന്ന് ഒപ്പിട്ടേക്ക്. സൈൻ ചെയ്യണോ? ഉം. അപ്പൊ ഇനി എന്ന്? ഇത് എന്ത് പ്രോഡക്റ്റാ മോളെ? ഇതൊരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആച്ചാ. ഹലോ, എന്താ രേവതി? മാഡം ഒന്നും അറിയാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നോ? പുറത്ത് നടക്കുന്നതേ അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല. നീ എന്തേ പറഞ്ഞു വരുന്നേ? നന്ദൻ സാറിനെ ഞാൻ ഇപ്പൊ കണ്ടു. കൂടെ ആ ഡോക്ടർ സന്ധ്യ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല മാഡം, ഞാൻ കാണുമ്പോ ആ ഡോക്ടർ റോഡരികിൽ നിന്ന് ഛർദ്ദിക്കുമായിരുന്നു. നന്ദൻ സാറ് അവരുടെ പുറം തടവി കൊടുക്കുന്നു. ശരിക്കും അദ്ദേഹം മാഡത്തിന്റെ ഭർത്താവാണ്? എന്തായാലും മാഡം നന്ദൻ സാറിനൊന്ന് സൂക്ഷിച്ചു കേട്ടോ. നാളെ ഈ ഡോക്ടറെ ഒരു കൊച്ചിനെയും കൊണ്ട് നെല്ലശ്ശേരിയിൽ വന്നാലേ എന്താവും മാഡത്തിന്റെ സ്ഥിതി? മാഡത്തിനാണെങ്കിൽ ഇതുവരെ കുട്ടികൾ പോലുമില്ല. ആ ഡോക്ടർ 1ാം ഭാര്യയും മാഡം 2ാം ഭാര്യ ആവാതിരുന്നാ നല്ലത്. മതി, ഇനി നീ ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. നീ ഫോൺ വെക്ക്. ഇനി എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. പിന്നെ നീ ഈ കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട. മനസ്സിലായോ? മനസ്സിലായി മാഡം, ഞാൻ ആരോടും പറയില്ല. ഞാനത് കണ്ടതുകൊണ്ട് മാഡത്തിന് വിവരം അറിയിച്ചു. ഇല്ലായിരുന്നെങ്കിലോ? മാഡം ഇത് വലുത് അറിയായിരുന്നോ? വെറുതെ അല്ല അയാൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്. അവൾ ഗർഭിണിയാണ്. അതാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അയാൾ എതിർത്തത്. ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞത് അവൾ ഗർഭിണി ആയതുകൊണ്ട് തന്നെയായിരിക്കും. അർച്ചനയും സച്ചി അതിന് സപ്പോർട്ടും. വിടില്ല, ഞാൻ ആരെയും വെറുതെ വിടില്ല. ഞാൻ പ്രസവിക്കേണ്ട കുഞ്ഞിനെ അവൾ പ്രസവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിനുള്ള തിരിച്ചടി അവക്കും അയാൾക്കും കൊടുത്തേ പറ്റും. ഒരിക്കലും മറക്കാത്തൊരു തിരിച്ചടി.
ഏയ് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കഴിക്കുന്ന മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ചെയ്യാം. പോയിട്ട് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് വരണം. ഓക്കെ ശരി ഡോക്ടർ. ശരി ഡോക്ടർ. പോവാം. സന്ധ്യ, നിന്നോട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. എവിടെ നിന്റെ കാമുകൻ നന്ദൻ? നീ എന്താ കരുതിയത് എന്നെ ഒഴിവാക്കിയിട്ട് അയാളെ കെട്ടി സുഖമായിട്ടങ്ങ് ജീവിക്കാമോ? ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കേണ്ട ദിവസം നീ അയാളെയും കൂട്ടിക്കൊണ്ടുപോയി നിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഇപ്പോ നന്ദൻ എന്നോട് ഡൈവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുക. നീയാണതിന് പിന്നിലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നന്ദനോട് ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. നീ ഗർഭിണിയാണോ? ആര് പറഞ്ഞു? പിന്നെന്തിനാ വഴിയിൽ വെച്ച് നീ ഛർദിച്ചപ്പോ നന്ദൻ നിന്റെ പുറം തടവി തന്നത്? എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അർച്ചനയും സച്ചി എല്ലാരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത പദ്ധതിയാണിത് അല്ലേ? എന്നെ നെല്ലിശ്ശേരിയിൽ നിന്ന് ഓടിച്ചിട്ട് നിനക്കവിടെ അയാളുടെ ഭാര്യയായിട്ട് കയറി വരണം അല്ലേ? വേണമെങ്കിൽ എനിക്കിത് നേരത്തെ ചെയ്യായിരുന്നു. കല്യാണം കഴിച്ചിട്ട് നീ നന്ദനോട് എന്താ ചെയ്തത്? ഒരു ഭർത്താവിനോട് ചെയ്യുന്ന കാര്യങ്ങളാണോ നീ ചെയ്തത്? എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. എന്റെ ഇഷ്ടം. എന്റെ ഭർത്താവിനോട് ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും. അത് ചോദിക്കാൻ നീ ആരടി? ഞാൻ അയാളെ പൂട്ടിയിടും, പീഡിപ്പിക്കും, ചിലപ്പോ കൊന്നൊന്നും വരും. പക്ഷെ മരണം വരെ ഞാൻ തന്നെ ആയിരിക്കും അയാളുടെ ഭാര്യ. ആ സ്ഥാനത്തേക്ക് നീ കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല. അവിഹിത ഗർഭം ഉണ്ടാക്കി അയാളെ തട്ടിയെടുക്കാൻ നീ കരുതിയോ? അങ്ങനെയാണെങ്കിൽ നിന്റെ ഗർഭം അങ്ങ് കലകി ഇല്ലാതായി പോട്ടെ. ഇവിടെ നിർത്തിക്കോണം. പ്രേമിച്ചതും അയാള് നിന്നെ കൊണ്ട് നടന്നതും ഒക്കെ ഞാൻ മറക്കാം. എനിക്ക് അയാളോട് പ്രേമം ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഡൈവോഴ്സ് കൊടുക്കാത്തത്. എന്റെ ലക്ഷ്യങ്ങൾ വേറെയാ. അതൊക്കെ സാധിക്കണമെങ്കിൽ എനിക്ക് അയാളുടെ ഭാര്യാസ്ഥാനം വേണം. നെല്ലിശ്ശേരിയിലെ മൂത്ത മരുമകൾ എന്ന സ്ഥാനം മറ്റാർക്കും കൈമാറി കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. ജീവൻ വേണേ നീ ഇതിന്ന് പിന്മാറിക്കോണം. ആ റെസ്റ്റോറന്റിൽ വെച്ച് നിന്നെ അയാളെ കൂടെ കണ്ട നിമിഷം നിനക്ക് വേണ്ടി ഞാൻ ഓങ്ങി വെച്ചതായിരുന്നു. മേലിൽ അയാളും നീയും തമ്മിൽ ഒരു ബന്ധവും പാടില്ല. ഞാൻ ഈ പറഞ്ഞത് കേൾക്കാതെ ഇനി അത് തുടരാനാ ഭാവമെങ്കിൽ എന്നെ നിനക്ക് ശരിക്കറിയാലോ. അയാളുടെ വിധവയായിട്ട് നെല്ലിശ്ശേരിയിൽ ജീവിക്കാനും എനിക്ക് മടിയില്ല. എന്നാലും നിനക്ക് അയാളെ കിട്ടില്ല. മരണം വരെ അയാൾക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി അയാളും നീയും തമ്മിൽ ഈ ബന്ധം തുടരുന്നെന്ന് ഞാൻ അറിഞ്ഞ 7 വർഷമല്ല, മരണം വരെ അയാളെ പൂട്ടിയിടും ഞാൻ. കേട്ടോടി? ഇനി ഇതുപോലെ നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഉണ്ടാക്കരുത്. ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാ. ഇനി ഒരു തവണ കൂടി ഞാൻ ഇവിടെ വരേണ്ടി വന്ന അത് നീ താങ്ങില്ല.
ഓർത്തോ. അച്ഛാ നിങ്ങളെന്താ ഇത്ര ലേറ്റ് ആയത്? അതിന് ഞങ്ങളൊട്ടും ലേറ്റ് ആയില്ലല്ലോ അച്ഛാ. വന്നു കയറുമ്പോ അച്ഛൻ എന്തെങ്കിലും ചോദിക്കണ്ടേ? അതല്ല മക്കളെ, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ ഞാനിവിടെ കാത്തിരിക്കുകയല്ലേ. ഈ ട്രാഫിക് പ്രോബ്ലം ഒന്നും അച്ഛനറിയില്ലേ? അച്ഛനമ്മമാരുടെ മനസ്സിനും ചിന്തകൾക്കും ഒരു ട്രാഫിക് പ്രോബ്ലവും ഇല്ല. മക്കള് വരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ നിമിഷവും അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്